മറ്റുള്ള സംവിധാനങ്ങളെ ആവശ്യമില്ലാതെ ആശ്രയിക്കുമ്പോൾ അത് നമ്മുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കും. നമുക്ക് നമ്മുടെ താല്പര്യങ്ങൾ പിന്തുടരാനോ സ്വന്തം തിരഞ്ഞെടുപ്പുകൾ നടത്താനോ സ്വന്തം അതിരുകൾ നിശ്ചയിക്കാനോ ചിലപ്പോൾ കഴിഞ്ഞേക്കില്ല. ഇത് ശക്തിയില്ലാത്ത ബോധത്തിനും നമ്മുടെ സ്വന്തം വിധിയിൽ തന്നെ നിയന്ത്രണമില്ലായ്മയ്ക്കും കാരണമാകും. അതിനെക്കുറിച്ചുള്ളതാണ് ഈ കഥ. ഒരിടത്ത് വിറക് വിൽപ്പനക്കാരനായ ഒരാൾ താമസിച്ചിരുന്നു. കാട്ടിൽ നിന്ന് വിറകുകൾ ശേഖരിച്ച് പട്ടണത്തിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തിയായിരുന്നു അയാളുടെ ജീവിതം മുന്നോട്ട് പോയിരുന്നത്. കാട്ടിൽ നിന്നുള്ള വഴിയിൽ ഒരു ചെറിയ തോട് ചാടിക്കടന്ന് വേണം അയാൾക്ക് വിറകുമായി പട്ടണത്തിലെത്താൻ. വിറകും ചുമലിലേറ്റി നിഷ്പ്രയാസം അയാൾ ആ തോട് എന്നും ചാടിക്കിടക്കുമായിരുന്നു. ഒരിക്കൽ നായാട്ടിന് പുറപ്പെട്ട ഒരു രാജാവ് വിറകുമായി അയാൾ തോട് ചാടിക്കിടക്കുന്നത് കാണാനിടയായി. രാജാവിന് അയാളുടെ സാഹസത്തിൽ വളരെയധികം വിഷമം തോന്നി. ആ തോടിന് കുറിയ ഒരു പാലം പണിയാൻ രാജാവ് ഉത്തരവിട്ടു. അങ്ങനെ അവിടെ മരങ്ങൾ കൊണ്ട് ഒരു പാലം ഉയർന്നു. പിന്നീട് ആ പാലത്തിലൂടെയായി വിറക് വിൽപ്പനക്കാരൻ്റെ യാത്ര. ഏതാനും മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം കനത്ത കാറ്റിലും മഴയിലും ഈ മരപ്പാലം തകർന്നു വീണു. വിറക് ശേഖരിക്കാൻ കാട്ടിലേക്ക് പുറപ്പെട്ട വിറക് വിൽപ്പനക്കാരൻ പാലം തകർന്നിരിക്കുന്നതാണ് കണ്ടത്. അദ്ദേഹം നിഷ്പ്രയാസം തോട് ചാടിക്കടന്ന് കാട്ടിലേക്ക് പുറപ്പെട്ടു. പക്ഷേ കാട്ടിൽ നിന്ന് വിറകുമായി തിരിച്ചെത്തി തോട് ചാടിക്കിടക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾക്കതിന് സാധിച്ചില്ല. പരിശ്രമങ്ങൾക്കിടയിൽ വിറകുമായി അയാൾ തോട്ടിലേക്ക് പതിച്ചു. വിറക് ഉപേക്ഷിച്ച് ഒരുവിധം അയാൾ തോട്ടിൽ നിന്നും കരക്ക് കയറി. പാലം പുനർനിർമ്മിക്കാതെ തനിക്കിനി ഈ തൊഴിലുമായി മുന്നോട്ട് പോകാനാവില്ലെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അയാൾ നേരെ രാജകൊട്ടാരത്തിൽ നിന്ന് പരാതി പറഞ്ഞു. പക്ഷേ അവിടെ ഒരു പാലം അത്യാവശ്യമില്ലെന്ന് പറഞ്ഞ് കൊട്ടാരത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ അയാളെ മടക്കി അയച്ചു. പാലം ഉപയോഗിച്ച് തന്നെ തൻ്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണമായതെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. തനിക്ക് വിറകുമായി വളരെ നിഷ്പ്രയാസം ചാടിക്കിടക്കാനുണ്ടായിരുന്ന കഴിവ് താൻ സ്വയം നഷ്ടപ്പെടുത്തിയതായിട്ട് അയാൾക്ക് തോന്നി. സ്വന്തം കഴിവുകൾ മാറ്റിവെച്ച് മറ്റുള്ളവയെ അമിതമായി ആശ്രയിച്ചാൽ ഒരു സന്നിഗ്ധഘട്ടത്തിൽ നാം നിസ്സഹായരാകും. കഥയിലെ വിറക് വിൽപ്പനക്കാരന് സംഭവിച്ചതാണ്. ഈ കഥയുടെ സന്ദേശം ഇഷ്ടപ്പെട്ട് കാണുമെന്ന വിശ്വാസത്താൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.